ADM ആയിരുന്ന നവീൻ ബാബുവിന്റെ മരണത്തിൽ കേസ് ഡയറിയും മറുപടി സത്യവാങ്മൂലവും സമർപ്പിക്കാൻ ഹൈക്കോടതിയിൽ സർക്കാർ സമയം തേടി. CBI അന്വേഷണം ആവശ്യമില്ലെന്ന് പ്രോസിക്യൂഷൻ അറിയിച്ചു. കേസ് അടുത്ത വ്യാഴാഴ്ച പരിഗണിക്കാൻ മാറ്റി. ആജ്ഞ രവീന്ദ്രൻ ചേരുന്നു. ആജ്ഞ, വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ADM നവീൻ ബാബുവിന്റെ വിഷയത്തിൽ CBI അന്വേഷണം ആവശ്യമില്ല എന്നതാണ് സംസ്ഥാന സർക്കാർ എടുത്തിരിക്കുന്ന നിലപാട്. അത് ഇന്നലെയും വ്യക്തമായിരുന്നു. അത് കോടതിയിൽ ആവർത്തിക്കപ്പെടുകയും ചെയ്തു. ഇക്കാര്യത്തിൽ കോടതിയുടെ നിലപാട് എന്താണ്? CBIയോട് എന്തെങ്കിലും നിർദ്ദേശം കോടതി മുന്നോട്ട് വെച്ചിട്ടുണ്ടോ? സജിത, കേസിന്റെ വാദം തുടരുന്നതേയുള്ളൂ. സംസ്ഥാന സർക്കാർ കോടതിയിൽ അതായത് സത്യവാങ്മൂലവും കേസ് ഡയറിയും സമർപ്പിക്കാൻ സമയം വേണം എന്ന് തന്നെയാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതേസമയം DGP ഈ വിഷയത്തിൽ CBI അന്വേഷണം ആവശ്യമില്ല എന്ന് തന്നെയാണ് ഹൈക്കോടതിയെ അറിയിച്ചിട്ടുള്ളത്. കേസ് വീണ്ടും 12-ാം തീയതിക്ക് പരിഗണിക്കാൻ കോടതി തീരുമാനിച്ചിട്ടുണ്ട്. CBIയുടെ അഭിഭാഷകൻ ഈ കാര്യത്തിൽ എന്ത് നിലപാടെടുത്തു എന്നുള്ള കാര്യത്തിൽ വിധിപ്പകർപ്പ് വന്ന ശേഷമേ നമുക്ക് കൃത്യമായി അറിയാൻ കഴിയുകയുള്ളൂ. അത്തരം വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നില്ല. എന്നിരുന്നാൽ പോലും കഴിഞ്ഞ ആഴ്ച ഈ കേസ് പരിഗണിക്കുമ്പോൾ അന്വേഷണ പുരോഗതി റിപ്പോർട്ട് അടക്കം കോടതിയിൽ ഇന്ന് ഹാജരാക്കണമെന്നായിരുന്നു ഹൈക്കോടതി ആവശ്യപ്പെട്ടിരുന്നത്. സത്യവാങ്മൂലവും അന്വേഷണ പുരോഗതി റിപ്പോർട്ടും കേസ് ഡയറിയും അടക്കമുള്ള കാര്യങ്ങൾ ഇന്ന് കോടതിയിൽ ഹാജരാക്കണമെന്നായിരുന്നു. നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷയുടെ ഹർജി പരിഗണിക്കുമ്പോഴാണ് ഇങ്ങനെയൊരു നിർദ്ദേശം കോടതി മുന്നോട്ട് വെച്ചത്. നവീൻ ബാബുവിന്റെ മരണം കൊലപാതകമാണോ എന്ന് സംശയമുണ്ടെന്നും അതുപോലെ സംസ്ഥാന പോലീസിന്റെ അന്വേഷണത്തിൽ കുടുംബത്തിന് തൃപ്തിയില്ല എന്നും ചൂണ്ടിക്കാട്ടിയായിരുന്നു മഞ്ജുഷ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നത്. മാത്രമല്ല, നിരവധി കാരണങ്ങൾ അവർ മുന്നോട്ട് നിർത്തിയിരുന്നു. PP ദിവ്യയെ സംരക്ഷിക്കുന്ന നിലപാട് പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. കേസ് വന്ന സമയത്ത് തന്നെ PP ദിവ്യ ഒളിവിൽ പോകാൻ പ്രാദേശിക പാർട്ടി ഉൾപ്പെടെ അല്ലെങ്കിൽ പാർട്ടി സഖാക്കൾ ഉൾപ്പെടെയുള്ള ആളുകൾ PP ദിവ്യയെ സംരക്ഷിക്കുന്നു. അതുപോലെ പ്രാദേശിക പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് സംരക്ഷിക്കുന്ന നിലപാടെടുത്തു. കളക്ടർ കള്ളം പറഞ്ഞ സാഹചര്യമുണ്ട്. അതുപോലെ ഇൻക്വസ്റ്റ് തയ്യാറാക്കുന്നതിൽ നവീൻ ബാബുവിന്റെ ബോഡിയുടെ ഇൻക്വസ്റ്റ് തയ്യാറാക്കുന്നതിൽ പോലീസ് കാണിച്ച തിടുക്കം സംശയമുണ്ടാക്കുന്നു. കാരണം കുടുംബം എത്തുന്നതിന് മുൻപേ ഇൻക്വസ്റ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പോലീസ് പൂർത്തിയാക്കി കഴിഞ്ഞു തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചൂണ്ടിക്കാട്ടിയാണ്. മാത്രമല്ല, മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയിൽ ഈ പെട്രോൾ പമ്പിന്റെ സംരംഭകൻ നൽകിയ പരാതി കെട്ടിച്ചമച്ചതാണ് എന്നുള്ള കാര്യം വ്യക്തമാണ്. അങ്ങനത്തെയുള്ള സാഹചര്യങ്ങൾ കളക്ടറോട് നവീൻ ബാബു തനിക്ക് തെറ്റുപറ്റിയതായി പറഞ്ഞിരുന്നു എന്ന കാര്യങ്ങൾ, ഇത്തരം കാര്യങ്ങളൊക്കെ മുൻനിർത്തിക്കൊണ്ട് തന്നെയാണ് മഞ്ജുഷ ഹൈക്കോടതിയിൽ നവീൻ ബാബുവിന്റെ മരണത്തിൽ CBI ഒരു കേന്ദ്ര ഏജൻസി അന്വേഷണം ഉണ്ടാകണം, അതുകൊണ്ട് തന്നെ സംസ്ഥാന പോലീസിന്റെ അന്വേഷണത്തിൽ തനിക്ക് തൃപ്തിയില്ല അല്ലെങ്കിൽ തനിക്ക് വിശ്വാസമില്ല എന്ന് കാണിച്ചുകൊണ്ട് കോടതിക്ക് മുൻപാകെ ഈ ഹർജിയുമായി മുന്നോട്ട് വരുന്നത്. ആ ഹർജി പരിഗണിക്കുമ്പോഴാണ് ഹൈക്കോടതി മുന്നോട്ട് വെച്ചത് കേസ് ഡയറിയും സത്യവാങ്മൂലവും അതുപോലെ അന്വേഷണ പുരോഗതി റിപ്പോർട്ടും സമർപ്പിക്കണം എന്ന മുന്നോട്ട് വെച്ചത്. അതേസമയം DGP സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും കോടതിയിൽ CBI അന്വേഷണം ആവശ്യമില്ല, സംസ്ഥാന പോലീസിന്റെ അന്വേഷണം ശരിയായ ദിശയിൽ തന്നെയാണ് എന്നാണ് മനസ്സിലാക്കുന്നത് എന്നാണ് സംസ്ഥാന സർക്കാർ കോടതിയെ അറിയിച്ചിരിക്കുന്നത്. DGP കാര്യം കോടതിയിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. കേസ് ഡയറിയും അതുപോലെ സത്യവാങ്മൂലവും സമർപ്പിക്കാൻ സമയം അനുവദിക്കണമെന്നും കോടതിയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. 12-ാം തീയതി വീണ്ടും കോടതി കേസ് പരിഗണിക്കും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ സംസ്ഥാന സർക്കാർ CBI അന്വേഷണം വേണ്ട എന്ന നിലപാട് കോടതിയിൽ സ്വീകരിച്ചാൽ പോലും കോടതിക്ക് ഒരു പക്ഷേ വേണമെങ്കിൽ CBIയോട് ആവശ്യപ്പെടാം ഈ കേസ് ഏറ്റെടുക്കാൻ. അതുകൊണ്ട് ഇക്കാര്യത്തിൽ കോടതി നേരിട്ടൊരു നിർദ്ദേശം നൽകിയാൽ ഈ കേസിന്റെ തുടർ നടപടികളുടെ ഭാഗമായി നവീൻ ബാബുവിന്റെ മരണത്തിൽ CBI അന്വേഷണം വരാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. അങ്ങനെയല്ലേ? രണ്ട് സാധ്യതകളുണ്ട് സജിത. ഒന്ന്, CBIക്ക് ഏറ്റെടുക്കാം. അതായത് CBI കേസ് അന്വേഷിക്കാൻ തയ്യാറാണ് എന്ന് CBIക്ക്, അതായത് സംസ്ഥാന പോലീസിനെതിരെയുള്ള ഈ പരാതിക്കാരിയുടെ നിലപാടിൽ CBIയുടെ അഭിഭാഷകന് കോടതിയിൽ CBI കേസ് ഏറ്റെടുക്കാൻ തയ്യാറാണ് എന്ന് കോടതി അറിയിച്ചാൽ അങ്ങനെ ഒരു നീക്കുപോക്കുണ്ടാകാം. അതിൽ പെട്ടെന്ന് തീരുമാനമാകാം. അതല്ലെങ്കിൽ ഹൈക്കോടതി സജിത്ത് സൂചിപ്പിച്ചതുപോലെ ഹൈക്കോടതി സ്വമേധയാ ഈ കാര്യത്തിൽ CBI അന്വേഷണം ഏറ്റെടുക്കണം. ഇങ്ങനെ അതായത് ഇവർ നിർത്തിയിരിക്കുന്ന ആരോപണങ്ങൾ വ്യക്തമാണ് അല്ലെങ്കിൽ കോടതിക്ക് അത് വ്യക്തമായിട്ടുണ്ട് എന്നുള്ള ഒരു സാഹചര്യം വരികയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ PP ദിവ്യയെ സംരക്ഷിക്കാനുണ്ടായ CPM ശ്രമം, അതുപോലെ പോലീസ് ഇതിൽ കാണിച്ചിട്ടുള്ള ഇൻക്വസ്റ്റ് ഉൾപ്പെടെ തയ്യാറാക്കാനുള്ള തിടുക്കം കാണിച്ചത്, പരാതിക്കാരൻ മുഖ്യമന്ത്രിക്ക് അയച്ചു എന്ന് വെളിപ്പെടുത്തിയ കത്ത് വ്യാജമാണെന്നുള്ള തെളിവ്, ഇത്തരം കാര്യങ്ങളൊക്കെ മുൻനിർത്തി തന്നെ ഒരു പക്ഷേ അത് ബോധ്യമായാൽ, ഹൈക്കോടതിക്ക് ബോധ്യമായെങ്കിൽ ഒരു പക്ഷേ CBI അന്വേഷണം വിടാനുള്ള സാധ്യത ഏറെയാണ്. അതുപോലെ
ഹൈക്കോടതി സ്വമേധയാ ഈ അതാണ് വിഷയത്തിൽ CBI പ്രധാനപ്പെട്ട കാര്യം. അന്വേഷണം എന്തായാലും വേണമെന്ന് ഹൈക്കോടതിയുടെ പറഞ്ഞാൽ നടപടികൾ സംബന്ധിച്ച മറ്റു ചില വിശദാംശങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. കോടതി പറഞ്ഞാൽ CBI അന്വേഷണം ഏറ്റെടുക്കാമെന്ന് CBI കോടതിയിൽ നിലപാട് അറിയിച്ചിരിക്കുന്നു എന്ന പ്രധാനപ്പെട്ട കാര്യമുണ്ട്. പക്ഷേ ഇക്കാര്യത്തിൽ CBI അന്വേഷണം വേണമോ, തയ്യാറാണോ എന്നതല്ല കോടതി പരിശോധിക്കുന്നത് എന്ന കാര്യം കൂടി ഇന്ന് കോടതി വാക്കാലത്ത് പരാമർശിച്ചിട്ടുണ്ട്. CBI അന്വേഷണം ആവശ്യമാണോ എന്നാണ് പരിശോധിക്കുന്നതെന്നും ഹൈക്കോടതി പറയുന്നു. അന്വേഷണം ശരിയായ ദിശയിലാണോ എന്ന കാര്യമാണ് ആദ്യം പരിശോധിക്കുന്നത്. ഇതിന് കേസ് ഡയറി ആവശ്യമാണ്. അതായത് ഈ ഹർജിയുടെ തുടർ സിറ്റിംഗിന്റെ ഭാഗമായി കേസ് ഡയറിയുടെ വിശദാംശങ്ങൾ പരിശോധിച്ച ശേഷം തുടർ നീക്കത്തിലേക്ക് വരും. എന്തായാലും കേസ് കോടതി നിർദ്ദേശിച്ചാൽ ഏറ്റെടുക്കാൻ തയ്യാറാണ് എന്ന നിലപാട് CBI മുന്നോട്ട് വെച്ചിരിക്കുകയാണ്.